ഹായ് ഹലോ സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. അപ്പോൾ ഇവിടെ നടന്ന വിശേഷമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? യെസ്. അപ്പോൾ ഇനി മലയാളം ഇല്ലാതെ എന്ത് യൂട്യൂബ് സീരീസ് അല്ലേ? അപ്പോൾ എനിക്കറിയാം എൻ്റെ മക്കളൊക്കെ മലയാളം ക്ലാസ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നും സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഫുള്ളടിക്കാൻ പോകുന്ന സബ്ജക്റ്റ് മലയാളമാണെന്നും ഒക്കെ എനിക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് മക്കളൊക്കെ അതങ്ങ് ഏറ്റെടുത്ത് നല്ല കമൻസ് ഒക്കെ തന്നു. അപ്പോൾ അതേ രീതിയിലുള്ളൊരു കമൻസ് സെക്ഷൻ ആയിരിക്കണം നമ്മുടെ ഒരു ടർബോ സീരീസ് എക്സാമിൻ്റെ മലയാളം. ആ ഒരു ടോപ്പിക്ക് വരുമ്പോഴും കാര്യമായിട്ട് പഠിച്ച് ഫുള്ള് സെറ്റാക്കി പരീക്ഷയ്ക്ക് ഇങ്ങ് വന്നേക്കണം, പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ ശരി, നമുക്ക് മലയാളം പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴ് പുതിയതായിട്ട് വരുന്നവർക്ക് ഇത് കാണുമ്പോൾ എന്താണെന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടാവും. എന്താ ഈ ടർബോ സീരീസ്? സൈലം PSC എപ്പോഴും കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതി വെച്ചേക്കും. സോ 2 അടിപൊളി ബാച്ചുകൾ ആരംഭിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട്, അതായത് LDCയും പിന്നെന്താണ് LP UPയും അടിപൊളി 2 ബാച്ചുകൾ സൈലം PSCയിൽ ആരംഭിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ടർബോ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്കോളർഷിപ്പ് സീരീസ് തന്നെ വന്നിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾ അതായത് 1-ാം തീയതി ആരംഭിച്ച് 12-ാം തീയതിയോടുകൂടി ടർബോ സീരീസിൻ്റെ ടർബോ 12 സീരീസ് സമാപിക്കും. 15-ാം തീയതി നോട്ടെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പഠിച്ചു വന്ന് സ്കോളർഷിപ്പ് എക്സാം എഴുതുക. ഫ്രീ ആയിട്ട് സൈലത്തിൽ പഠിക്കാൻ നോക്കുക. ഇനി ഇൻ കേസ് നമ്മൾ ഉദ്ദേശിച്ച അത്ര റാങ്ക് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ആ സൈലം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓഫറുകളും തരുന്നുണ്ട്. അപ്പം ശരി, നമുക്ക് പോകാം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് പോകാൻ പോവുകയാണ്. ഓൾ കേരള റാങ്ക് നേടുന്നവർക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? നമ്മൾ കേരളത്തിലെ എല്ലാ മക്കളെയും ഇങ്ങ് എടുക്കുകയാണ് സൈലത്തിലേക്ക്. സൈലം PSCയിലേക്ക് നമ്മൾ ഇങ്ങ് എടുക്കുകയാണ്. ഓൾ കേരളയാണ്, അല്ലാതെ നമ്മളിപ്പം മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെയൊന്നും അല്ല. ഓൾ കേരള നമ്മൾ സൈലം മക്കൾക്ക് വേണ്ടിയാണ് സൈലം എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നത്. സൈലം PSC LDC 2027 ബാച്ച് കോഴ്സ് ഫീസിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ സീരീസ്. വെറുതെ നമുക്ക് മാർക്ക് നേടൽ മാത്രമല്ല, ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നമ്മൾ ഓഫർ തരും എന്നുള്ളതാണ്. ഇനി നിങ്ങളൊരു പഠിപ്പിയാണെങ്കിൽ, അതായത് നിങ്ങൾ ടർബോ 12 സീരീസ് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഫുള്ള് കണ്ട് ആദ്യത്തെ 1-ാമത്തെയും 5-ാമത്തെ റാങ്കിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 100% ഡിസ്കൗണ്ട്. വെറും വാക്കല്ല, കുറിപ്പിൻ്റെ ഉറപ്പല്ല, ഗുർവിയുടെ ഉറപ്പാണ്. 1 മുതൽ 5 വരെ. യെസ്, റാങ്ക് ആണെങ്കിലോ ഫുള്ള് ഫീസ് നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് 100% ഡിസ്കൗണ്ട് കിട്ടും. ഇനി റാങ്ക് 6 to 10 ആണെങ്കിൽ 50% ഡിസ്കൗണ്ട് തരൂ എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഇനി റാങ്ക് 11 to 15 ആണെങ്കിലോ 30% ഡിസ്കൗണ്ട് ആണ്, അതും തന്നിരിക്കും. ഇനി 16 to 20 ആണ് നിങ്ങളുടെ റാങ്ക് വരുന്നെങ്കിൽ 20% ഡിസ്കൗണ്ട്. അപ്പോഴേക്കും നിങ്ങൾക്കൊരു സങ്കടം, ഇതൊന്നും കിട്ടിയില്ല ഗുർവി, അതായത് ആദ്യത്തെ 20 റാങ്കിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് 10% നിങ്ങൾ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യണം, അത്രയും കാണിക്കണം. ആ കാര്യത്തിലൊന്നും ഒരു മടി പിടിച്ചിരിക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട്, 9995100800 നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് എന്താണോ ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും നമ്മുടെ ടീം നിങ്ങൾക്ക് മറുപടി തരും. ഇത്രയേ ഉള്ളൂ. ടർബോ 12 സീരീസ് ഒരു ഹറിബറി സിറ്റുവേഷൻ ഇല്ല, ഒരു വെപ്രാളമൊന്നും ഇല്ല ഇവിടെ. മര്യാദയ്ക്ക് തരുന്ന ക്ലാസ്സുകൾ കണ്ട് സമാധാനമായിട്ട് പഠിച്ചു പോയാൽ മതിയേ, വെപ്രാളമില്ല. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന, നമുക്ക് യൂട്യൂബിലൂടെ കിട്ടുന്ന ക്ലാസ്സുകൾ സമാധാനമായിട്ട് കണ്ട് 15-ാം തീയതി വന്ന് എക്സാം എഴുതിയാൽ മാത്രം മതി. ശരി, ഇന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലയാളം വിട്ടൊരു കളിയൊന്നും നമുക്കില്ല. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, ഗുർവി നിങ്ങളുടെ അമ്മയാണ്. അപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പര്യായം സമാന പദത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സൂര്യനില്ലാതെ എന്ത് പ്രപഞ്ചശക്തി അല്ലേ? സൂര്യനാണല്ലോ നമ്മുടെ എല്ലാമായ സൂര്യനെ കുറിച്ച് പഠിക്കാം. ആദിത്യൻ, അംശുധരൻ, അംശുദായകൻ, അംശുത, അർക്കൻ, ഇനൻ, പ്രഭാകരൻ, ദിനേശൻ, ദിവാകരൻ, ദിനകരൻ, ദിനമണി. ഇനി നോക്കണേ, ഈ ആദിത്യനും അംശുധരനും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദിനം എന്ന് പറഞ്ഞു വരുന്നതെല്ലാം അങ്ങ് ഓർത്തണ്ട മതി, സൂര്യനാണ്. ദിനത്തിന് പകലെന്നൊരു അർത്ഥം കൂടിയുണ്ട് അല്ലേ? ദിവം പകലാണ്. അപ്പൊ ദിവത്തിനെ അണിഞ്ഞവൻ ദിവാകരൻ, ദിനത്തിനെ അണിഞ്ഞവൻ ദിനകരൻ, ദിനമണി, അർക്കൻ.
പകലോൻ, പകലിന്റെ നാഥൻ, പകൽമണി, പകൽ വിളക്ക്, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഭാനു എന്നോ ഭാനുമാൻ എന്നോ പറഞ്ഞാൽ ആര് തന്നെ? നമ്മുടെ സൂര്യൻ തന്നെ. ഭാസ്കരൻ, മാർത്താണ്ഡൻ, ഞായർ, ഏകചക്രൻ. ഏകചക്രനും ക്ഷിദ്രനും ബ്രധ്നനും ഒന്ന് വരച്ചിട്ടേക്കണം. കാരണം ഇത് പുതിയ പദങ്ങളാണ്, അതായത് നിങ്ങൾക്ക് അത്ര കണ്ട് അറിവുള്ള പദങ്ങളല്ല. ഏകചക്രൻ, ക്ഷിദ്രൻ, ബ്രധ്നൻ, ഇനൻ. മനസ്സിലായില്ലേ? ഈ 4 പദങ്ങൾ കമ്പാരിറ്റീവ്ലി പുതിയതാണെന്ന് തോന്നിക്കുന്ന പദങ്ങളാണ്. ഏകചക്രനും ക്ഷിദ്രനും ബ്രധ്നനും ഈനനും. ഇനിയുമുണ്ട് സവിതാവ്. എന്താണ്? സവിതാവ് സൂര്യനാണ്. രവിയും സൂര്യനാണ്. ഞായർ നമ്മൾ പഠിച്ചു. യെസ്, ഞായർ ഇവിടെ ഉണ്ട്. സോ ഇതൊക്കെയും സൂര്യന്റെ പര്യായമാണ്. സൂര്യന്റെ പര്യായ പദം ഒന്ന് ഓടിച്ചു പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്കായിട്ട് പോവാൻ. ഇനി സൂര്യൻ കഴിഞ്ഞു. ഇനി ചന്ദ്രനില്ലെങ്കിലോ? സൂര്യനും ചന്ദ്രനും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ വീതം പോലെയാണ് അല്ലേ? അപ്പൊ ചന്ദ്രനിലേക്ക് വന്നാൽ അമൃതകരൻ. നമുക്ക് അമൃതം, ഇവിടെ നിലാവാകുന്ന അമൃതത്തെ ധരിച്ചവൻ ശീതകിരണൻ. അപ്പൊ നിലാവിന് സൂര്യന്റെ ചൂട് പോലെ ചൂടുള്ള കിരണമല്ല, ശീതകിരണൻ. ഹിമാംശു, ഹിമാംശു, ശശി, ശശാങ്കൻ, ഇന്ദു, വിധു, സോമൻ, നിശാപതി, പനിമതി ഒക്കെ എന്തു തന്നെ? ചന്ദ്രന്റെ പര്യായം തന്നെ. ചന്ദ്രൻ. കൈരവി എന്നൊരു പര്യായം കൂടി ആർക്കുണ്ട്? ചന്ദ്രനുണ്ട്. കൈരവി. അതുപോലെ തിങ്കൾ, 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 തിങ്കൾ കലമാനേ, അങ്ങനെ ഇങ്ങോട്ടൊരു തമിഴ് പാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ മാനിൻ്റെയും മുയലിൻ്റെയും കല അഥവാ അടയാളങ്ങളെ ധരിച്ചവനായതുകൊണ്ട് കലാധരൻ. അപ്പൊ അമൃതകരൻ, ശീതകിരണൻ, ഹിമാംശു, ശശി, ശശാങ്കൻ, ഇന്ദു, വിധു, സോമൻ, നിശാപതി, പനിമതി, കൈരവി, തിങ്കൾ, കലാധരൻ ഒക്കെ ആരുടെ പര്യായങ്ങളാണ്? ചന്ദ്രന്റെ പര്യായങ്ങളാണ്. ഓക്കെ, സോമൻ എന്നും പറയും. സോമൻ, നിശാപതി, പനിമതി ഒക്കെ ആര് തന്നെ? ചന്ദ്രൻ തന്നെ. ഇനി നദി. നദിയിലേക്ക് പോയാൽ സരിത്ത്, സാഗരം അഥവാ കടലിനെയും സരിത്ത് എന്ന് പറയും, നദിയെയും പറയും. തരംഗിണി, കല്ലോലിനി, തടിനി, വാഹിനി, നിമ്നക, ധുനി, സ്രോതസ്, ദ്വീപവതി ഒക്കെ എന്താണ്? നദിയാണ്. അതിൽ സ്രോതസ് ചോദിച്ചിട്ടുണ്ട്, നിമ്നക ചോദിച്ചിട്ടുണ്ട്, തടിനി ചോദിച്ചിട്ടുണ്ട്, കല്ലോലിനി ചോദിച്ചിട്ടുണ്ട്. അപ്പം നദിയുടെ പര്യായങ്ങളും ചന്ദ്രൻ, സൂര്യൻ, നദിയൊക്കെ റിപ്പീറ്റഡ് ഫാക്ട്സ് ആണ്. അഥവാ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫാക്റ്റുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത് 3 ഞാൻ ആദ്യം പര്യായം സമാനപദത്തിൽ തന്നത്. സമാനപദമെന്ന് ചോദിച്ചാലും പര്യായമെന്ന് ചോദിച്ചാലും കണ്ടന്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. സോ ഇതിങ്ങനെ തന്നെ അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി. നിലാവ് നമുക്കറിയാം അല്ലേ? ജ്യോത്സ്ന എന്ന് പറയും. ജ്യോത്സ്ന, ജ്യോത്സ്ന നിലാവാണ്. പാർവണം അഥവാ പൗർണമിയിലെ നിലാവിനെ പാർവണം. നമ്മൾ ഞാൻ ഗന്ധർവൻ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ? പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ. പാർവണം അതായത് പൂർണ്ണ നിലാവിനെ തേടുന്ന ഈ വനചന്ദ്രകാന്തിയിൽ അല്ലേ? ചന്ദ്രന്റെ ഈ ശോഭയിൽ എന്നുള്ള അർത്ഥം. പിന്നെയോ കൗമുദി. കൗമുദി എന്താണ്? നിലാവാണ്. കേരള കൗമുദി എന്നൊരു പത്രമില്ലേ? കേരളത്തിന്റെ നിലാവ്. ഇനിയോ ചന്ദ്രകാന്തം. ചന്ദ്രകാന്തം കൊണ്ട്, അങ്ങനെയല്ലല്ലോ? അതെ, ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് പാട്ടിൽ നമ്മൾ കേട്ടിട്ടില്ലേ? പിന്നെ ചന്ദ്രിക, ഇഷ്ടം പോലെ. വയലാറിന് ചന്ദ്രിക വെച്ച് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അപ്പം നമ്മൾ പറയും ചന്ദ്രികയും ചന്ദ്രകാന്തം ഒന്ന് തന്നെയല്ലേ? അതെങ്ങനെയാണ് അലിയുന്നത്? ഇവിടെ ചന്ദ്രകാന്തം. ഈ പാട്ടിൽ വൈഢൂര്യ കല്ലുണ്ട്. ഗോമേതകം, ചന്ദ്രകാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വൈഢൂര്യം പോലും ആ നിലാവിൽ അലിയുമെന്ന. ഇനിയുമുണ്ട് ചന്ദ്രകളഭം എന്ന നിലാവിനെ പറയും നമ്മൾ. അതും എല്ലാവരും പാടി കേട്ടിട്ടുണ്ട്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരും. അത് തന്നെ ചന്ദ്രകളഭം, ചന്ദ്രകാന്തം, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന, പാർവണം ഒക്കെ നിലാവിൻ്റെ പര്യായങ്ങളാണ്. ഇനി ആകാശം. ആകാശവും PSC റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നതാണ്. ഗഗനം, വ്യോമം, വിണ്ണ,
നഭസ് അഭ്രം, അഭ്രത്തിന് മേഘമൊന്നും ആകാശമൊന്നും പര്യായമുണ്ട്. അന്തരീക്ഷം, സാധാരണ ക്ലൈമാറ്റിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ അല്ലേ ക്ലൈമാറ്റ്. പക്ഷെ ഇവിടെ ക്ലൈമാറ്റ് അല്ല, അന്തരീക്ഷം. അതിനും ആകാശം എന്നർത്ഥമുണ്ട്. അമ്പരം, അമ്പരത്തിന് ആകാശമെന്നും വസ്ത്രമെന്നും അർത്ഥമുണ്ട്. വിഹായസ്, വിഹായസ് എന്താണ്? ആകാശം തന്നെ. പിന്നെ നാകം, സ്വർഗമെന്നും ആകാശമെന്നും അർത്ഥമുണ്ട്. ദ്യോവ് ബിഠം, ദ്യോവ്, ദ്യോവ് ആകാശത്തിന്റെ പര്യായമാണ് ദ്യോവ്. ബിഠമായവളെ, അകലെ പറന്നവളെ, അങ്ങനെ ഒന്ന് പാടി നോക്കിയേ. ബിഠം, ബിഠം ആകാശം. ഇനി PSC എപ്പോഴും പിരിച്ചെഴുത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, വിണ്ടലം. യെസ്, വിൺ പ്ലസ് തലമാണ് എന്ത് വരുന്നത്? വിണ്ടലം. വിണ്ടലവും എന്ത് തന്നെ? ആകാശം തന്നെ. വിണ്ടലം. നഭസ, വ്യോമം, വിഹായസ ഒക്കെ എന്ത് തന്നെ? ആകാശത്തിന്റെ പര്യായങ്ങളാണ്. ഇനി മഞ്ഞ. മഞ്ഞിന് നമ്മൾ നീഹാരം, നീലാരണ്യ, നിജോള നിവേഷ്ടിത, നീഹാരാർദ്ര മഹാദ്രികളിൽ. അരപടിയെ ചങ്ങമ്പുഴ, മനസ്സിനീല. നീഹാരം പെയ്യുന്ന രാവിൽ. അത് തന്നെ, ഡിസംബർ മാസമൊക്കെ ആണെങ്കിൽ നീഹാരം പെയ്യും അല്ലേ. തുഷാരം, തുഷാര കിരണം പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. തുഷാരം. ഹിമം, നീ ഹിമമഴയായി. ഹിമം മഞ്ഞ്, ഹിമം മഞ്ഞ്. പ്രാലേയം, പ്രാലേയം വീണ് കിടക്കുന്ന വഴിയിലൂടെ നമ്മൾ നടന്നു പോകും രാവിലെ. പ്രാലേയം മഞ്ഞ്. ഇനിയുമുണ്ട് തുഹിനം. എന്തുണ്ട്? തുഹിനം. തുഹിനം കൂടാതെ തുകിനം എന്ന് മഞ്ഞിന് പറയും. അപ്പൊ തുഹിനം, തുകിനം. ഇനി വായു, കാറ്റിന്റെ പര്യായങ്ങൾ നോക്കണേ. വായു ഉണ്ട്, സമീരനുണ്ട്. മന്ദസമീരനിൽ, അതായത് ഇളം കാറ്റിൽ. അനിലൻ, അനിലൻ കാറ്റാണ്. വാദം കാറ്റാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പശ്ചിമവാദമെന്നും അല്ലേ, അതായത് ശീതക്കാറ്റ്. അങ്ങനെ പറയുമ്പം വാദം എന്ന് പറയും. ഉഷ്ണവാദം, അതെ, ചൂടുള്ള കാറ്റ്. മാരുതൻ, മന്ദമാരുതൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മാരുതൻ. ഇനിയുണ്ട് തെന്നൽ. ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ, തെന്നലേ. അത് തന്നെ. അപ്പൊ തെന്നൽ, തെന്നൽ എന്താണ്? കാറ്റാണ്. അപ്പൊ വായു, സമീരൻ, അനിലൻ, വാദം, മാരുതൻ, തെന്നൽ. ഇനി കാട്. കാനനം, അടവി, അരണ്യം, വിപിനം, കടം എന്ന് പറയും. കടം, കടം. പെട്ടെന്ന് നമ്മൾ പൈസ കടം വാങ്ങുന്നതിന്റെ കടമേ നമുക്കറിയാവുള്ളൂ അല്ലേ. പിന്നെ ഗഹനം പറയും, ഗഹനം. അതുപോലെ ആരണ്യം, ആരണ്യവും അരണ്യവും കാടാണ്. കാന്താരം, കാന്താര ഫിലിമിൽ കണ്ടില്ലേ, കാടല്ലേ കാണിക്കുന്നത്. അപ്പൊ കാന്താരവും എന്ത് തന്നെ? യെസ്. പിന്നെ വനം എന്നും പറയും. വനം, വനവും കാട് തന്നെ. യെസ്. ഇനി നോക്കണേ, അഗ്നി, തീയില്ലേ, തീ. വഹ്നി എന്ന് പറയും, വൈശ്വാനരൻ എന്ന് പറയും, വിധിഹോത്രൻ, ധനഞ്ജയൻ. ചില ആൾക്കാർക്ക് ധനഞ്ജയൻ എന്ന് പേരിടുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോഴൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഇതെന്താ ധനഞ്ജയൻ എന്ന പേരിന്റെ അർത്ഥം. അതുപോലെ കൃപീഡയോനി, ജ്വലനൻ, ജാതവേദസ്. എന്താണ്? ജാതവേദസ്, ബർഹിസ്, കൃശാനു, അനലൻ, പാവകൻ, ദഹനൻ. ഇതൊക്കെ അഗ്നിയുടെ പര്യായമാണ്. വഹ്നി, അതുപോലെ ബർഹിസ്, കൃശാനു, ജ്വലനൻ, അനലൻ, പാവകൻ. അടിവരയിട്ടിരിക്കുന്നതെങ്കിലും പഠിച്ചു വെക്കണം. വഹ്നി, വൈശ്വാനര്യൻ, വിധിഹോത്രൻ, ധനഞ്ജയൻ, കൃപീഡയോനി, ജ്വലനൻ, ജാതവേദസ, ബർഹിസ, കൃശാനു, അനലൻ, പാവകൻ ഒക്കെ എന്ത് തന്നെയാണ്? യെസ്, അഗ്നിയുടെ പര്യായ പദങ്ങളാണ്. ഇനി കടൽ. അർണവം, ആഴി, പയോധി. പ്രളയ പയോധിയിൽ, അതെ, പയോധി. പഥാരം, പാരാവാരം, രത്നഗർഭം, അബ്ധി, വാരിധി, നീരധി. ഇതൊക്കെ കടലിന്റെ പര്യായങ്ങളാണ്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. പാരാവാരം കണ്ടോ? പാരാവാരം, പാരാവാരം എന്താണ്? കടലാണ്. അർണവം, ആഴി, പയോധി, പഥാരം, പാരാവാരം, രത്നഗർഭം, അബ്ധി, വാരിധി, നീരധി.
ഇനി നമുക്ക് കുറച്ച് ജീവജാലങ്ങൾ നോക്കിയാൽ ആടുണ്ട്. അജം ആട്, ഛകം ഛാഗം ഛാഗലം, ഈ ചായും ഗായും വരുന്നത് ആടിനാണ്. അപ്പൊ ഛകമെന്നും ഛാഗമെന്നും ഛാഗലമെന്നും പറയും. അതുപോലെ ബാസ്തമെന്നും ബസ്തമെന്നും പറയും. ഛാനി, സ്തഭം, മേഷം. സ്തംഭമല്ല, സ്തഭമാണ്. സ്തഭം എന്താണ്? ആടാണ്. ഇനി ആമയിലേക്ക് വന്നാൽ നമ്മൾ ദശാവതാരത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം. അപ്പൊ കൂർമ്മം എന്ന് പറയും, കച്ഛപം എന്ന് പറയും, കമഠം എന്ന് പറയും, ധരണീധരമെന്നും മാഷാദമെന്നും പറയും. ഓക്കെ അല്ലേ? അപ്പൊ മാഷാദം, കമഠം, കച്ഛപം, കൂർമ്മം, ധരണീധരം, ഇതെല്ലാം എന്ത് തന്നെ? ആമ. ഇനി നോക്കണേ, അണ്ണാൻ. അണ്ണാന്റെ പര്യായങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം? അണ്ണാറക്കണ്ണൻ, അത് നമുക്കറിയാം, നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. അണ്ണാറക്കണ്ണാവ അല്ലേ? അപ്പൊ അണ്ണാറക്കണ്ണൻ. അണ്ണിപ്പിള്ള, അതുകൊള്ള അണ്ണിപ്പിള്ള. അണില്. അണിലാരാണ്? നമ്മുടെ അണ്ണാനാണ്. ചമരപുച്ഛം, ചിക്രോടം. ചിക്രോടം, ഉറുത്ത. ഉറുത്ത 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 കുഞ്ഞും തന്നാലായത് അല്ലേ? യെസ്. ഇനി ഉറുമ്പിന്റെ പര്യായത്തിലേക്ക് വരുമ്പം വമ്രി, വൽമി, പിപീലിക. വമ്രി എന്നും വൽമി എന്നും പിപീലിക എന്നും അറിയപ്പെടുന്നത് നമ്മുടെ ഉറുമ്പ്. പണ്ട് ചായയിലൊക്കെ ഉറുമ്പ് കിടക്കുമ്പോൾ അമ്മ പറയും കണ്ണിന് കാഴ്ച കിട്ടും എടുത്ത് കുടിക്കാൻ. ആക്ച്വലി ചുമ്മാ പറ്റിക്കുന്നതാ. അപ്പോൾ പഞ്ചസാരയിലൊക്കെ കിടക്കുന്ന വമ്രി നമ്മളങ്ങ് കുടിച്ചിട്ടുണ്ട് അല്ലേ? വമ്രി, വൽമി, പിപീലിക. ഇനി കുതിരയുടെ പര്യായം നോക്കിക്കേ. കുതിര. കുതിര അശ്വം, ഹയം. അശ്വം, അശ്വമേധയാഗം. വയലാറിന്റെ അശ്വമേധം എന്ന് പറയുന്നൊരു കവിതയൊക്കെ ഉണ്ട് അല്ലേ? അശ്വമേധം. അപ്പൊ അശ്വം, അശ്വമുണ്ട്. ഹയം, ഹയമുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? അശ്വം, ഹയം. തുരകം, തുരകം. അർവ, അർവ. ഘോടകം, തുരങ്കമം. പീതി, വാജി, വാജിവാഹനൻ. ഹരിവരാസനത്തിലുണ്ട് അയ്യപ്പനെ വിളിക്കുന്നതാണ് വാജിവാഹനൻ. കുതിരയാണ് അയ്യപ്പന്റെ വാഹനം. വാഹം, വഹിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് വാഹം. സപ്തി, സപ്തി, സൈന്ധവം ഒക്കെ കുതിരയുടെ പര്യായങ്ങളാണ്. ഇനി കഴുതയിലേക്ക് വന്നാൽ ഗർദ്ധഭം, ചക്രൈവാൻ, ബാലേയം, രാസഭം. രാസഭം. കൊള്ളാമോ പാട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണ ആരെങ്കിലും പാടി നിങ്ങളെ കഷ്ടപ്പെടുത്തുവാണെങ്കിൽ രാസഭരാഗം. എന്താണ്? രാസഭ രാഗം, കഴുത രാഗം എന്ന്. ഇനി ഞാൻ പാടുമ്പോഴത്തേക്കൊക്കെ കുട്ടികൾ പറയും, ഓൺലൈനിലും ഓഫ്ലൈനിലും കുട്ടികൾ പറയും ഗുരുവി നല്ല രാസഭരാഗം. അപ്പം ഞാൻ വിചാരിക്കും കണ്ടോ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, എനിക്കിട്ട് തന്നെ തരാൻ തുടങ്ങി. ചിലപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടിയിട്ട് വയ്ക്കും, മക്കൾ എങ്ങനെയുണ്ട്? അപ്പം പിള്ളേർ പറയും രാസഭരാഗം, അതായത് കഴുതരാഗമെന്ന്. ഇനി തവളയിലേക്ക് പോയാൽ മണ്ഡൂകം, പ്ലവം, പ്ലവകം, ദർദുരം, ദർദുരം, ഭേഗം, ശാലൂരം, വർഷാഭൂ, ശാലു. ഇതെല്ലാം തവളയാണ് അല്ലേ? തവളയെ മണ്ഡൂകമെന്നും ദർദുരമെന്നും പ്ലവം, പ്ലവം ചാടുന്നത്, ചാട്ടം, പ്ലവകമെന്നും വിളിക്കും. ഭേഗം, ഭേഗം തവളയാണ്. ശാലൂരം എന്നൊരു പേരുണ്ട്, ശാലു എന്നും വിളിക്കും. വർഷാഭൂ എന്നും വിളിക്കും. കാരണം ഈ മഴയുടെ മുന്നോടിയായിട്ടാണ് തവളയുടെ പ്രജനന കാലമൊക്കെ. എപ്പോഴാണ് ഇത് ഒന്ന് ആക്റ്റീവായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? ഈ തവള എപ്പോഴും മഴയ്ക്ക് സൂചകമായി ഇങ്ങനെ വിളിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഈ കൃഷിപ്പഴഞ്ചൊല്ലിലൊക്കെ പറയും അമരത്തടത്തിൽ തവള കരയണം. അതായത് അമര നടുന്ന സമയം തവള കരയുന്ന മഴക്കാലം ആയിരിക്കണം. ഇനി പാമ്പ്, നാഗം, ഉരകം, അഹി, പന്നകം, ഫണി, ഭോഗി, സർപ്പം, ഭുജംഗം, ഭുജംഗം, ചക്രി, വിഷധരം ഒക്കെ എന്താണ്? പാമ്പാണ്. വരാളവും പാമ്പാണ്. എന്താണ്? വരാളം. അഹി, കാലാഹി എന്നൊക്കെ പറയും, കാലമാകുന്ന പാമ്പ്. ഉരകം, ഉരസുകൊണ്ട് ഈ നെഞ്ചുഭാഗം കൊണ്ട് ഇഴഞ്ഞു പോകുന്നത് കൊണ്ട് ഉരകമെന്ന് വിളിക്കും. ഭണമുള്ളത് കൊണ്ട് ഭണി എന്ന് വിളിക്കും. പന്നകം പാമ്പാണ്. ഭോഗി, സർപ്പം, ഭുജംഗം, ചക്രി, വിഷധരം, വരാളവും പാമ്പ് തന്നെ. ഇനി കീരി, നകുലം, നകുലം, പന്നകാരി, പന്നകം പാമ്പാണ്. അപ്പൊ പാമ്പിന്റെ ശത്രു അരി എന്താണ്? അരി, അരി, അരി ശത്രുവാണ്. അപ്പൊ പാമ്പിന്റെ ശത്രു ആയതുകൊണ്ട്
പന്നഗാരി എന്ന് വിളിക്കും. പിന്നെ നകുലം എന്നൊരു പര്യായം കൂടി ആർക്കുണ്ട്? പാമ്പിനുണ്ട്. നകുലം. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നകുലേട്ടാ ഞാനിപ്പോൾ എന്താ പറഞ്ഞത് എന്ന് പറയൂലേ, അതിന് നിങ്ങളൊന്ന് ആ ഡയലോഗ് മാറ്റിയാൽ മതി. കീരിയേട്ടാ ഞാനിപ്പോൾ എന്താ കീരിയേട്ടനോട് പറഞ്ഞത്? അപ്പം കീരിയേട്ടൻ പറയും, ഗംഗയ്ക്കൊന്നുമില്ല അല്ലേ. അപ്പം കീരിയേട്ടൻ, നകുലേട്ടന് പകരം നമ്മളിവിടെ എന്താക്കി? കീരിയേട്ടനായി. അപ്പം നകുലം, പന്നഗാരി. ഇനി നോക്കണേ, ഗർദ്ധഭം. നമ്മൾ പഠിച്ചു. ചക്രീവാനാണ് ബാലേയം രാസഭം. കാളയുടെ പര്യായങ്ങളോ? വൃഷം, ഋഷഭം, ഉക്ഷം, സൗരഭേയം. കാളയുടെ പര്യായ പദങ്ങളായിട്ട് പറയുന്ന പദങ്ങളാണ് വൃഷം, ഋഷഭം, ബാലേയം, കാളയുടേത് സൗരഭേയം. വൃഷം, ഋഷഭം, ഉക്ഷം, സൗരഭേയം. ഇതെല്ലാം എന്താണ്? കാളയാണ്. ഇനി പശു ആണെങ്കിൽ ദോവ്, ഗോവ്, ഗോ, ശൃംഗിണി, ധേനു, ധേനുക, പയസ്വിനി, മാഹ, മാഹേയി, രോഹിണി. അതിൽ രോഹിണിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പയസ്വിനി. അപ്പോൾ പയസ് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ജലമെന്നും ഒന്ന് പിന്നെ പാലെന്നും അർത്ഥമുണ്ട്. അങ്ങനെ നമുക്ക് പാൽ എന്താണ്? പാല് തരുന്നത് കൊണ്ട് പയസ്വിനി എന്ന് വിളിക്കും. പയസ്വിനി, ഗോവ്, ശൃംഗിണി, രോഹിണി, മാഹ. എന്താണ്? മഹായല്ല, മാഹ പശുവാണ്. മാഹ എന്താണ്? പശു. നമ്മൾ ഗോമാത എന്ന് പറയും അല്ലേ. അപ്പം ഗോമാഹ എന്ന് പഠിച്ചാൽ മതി. മാഹ പശുവാണ്. മാഹേയി, രോഹിണി ഒക്കെ പശുവിൻ്റെ പര്യായങ്ങളാണ്. ഇനി നമ്മൾ നേരെ പോകുന്നു പരിഭാഷ. അപ്പം ഇത്രയും പഠിച്ച സമാന പദവും പര്യായ പദവും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പരിഭാഷ. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഇനി എന്താണ് ഹോം ട്രൂത്ത്? അപ്രിയ സത്യം. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ പറയുന്നു, അത് സത്യമാണ്, പക്ഷെ നമുക്കത് അപ്രിയമായി തോന്നുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഹോം ട്രൂത്ത്. അതേസമയം നേക്ഡ് ട്രൂത്ത് ആണെങ്കിൽ നഗ്നസത്യം. നേക്ഡ് ട്രൂത്ത്, നഗ്നസത്യം. ആസ് യു സോ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. PSCയുടെ ഒരു പരീക്ഷാ ക്വസ്റ്റ്യനല്ല. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് തന്നിരുന്നു. എന്താണ്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ടിൻ്റെ താഴെ വിതച്ചതേ കൊയ്യു തന്നു. അത് തെറ്റാണ്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. വിത്തുഗുണം 10 ഗുണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? വിത്തുഗുണം 10 ഗുണം. ആസ് യു സോ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ടോ. വിത്തുഗുണം 10 ഗുണം. അടുത്തത് നോക്കണേ. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം, അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ പാറ്റണം. സാഹചര്യം ഏറ്റവും അനുകൂലമായിരിക്കുമ്പോൾ പ്രവർത്തിക്കണമെന്ന. മൈറ്റ് ഈസ് റൈറ്റ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല. ദാറ്റ് മീൻസ് പയ്യെ തിന്നാൽ പനയും തിന്നാം. പയ്യെ തിന്നാൽ പനയും തിന്നാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അല്ലേ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ക്യാരി കോൾസ് ടു ന്യൂ കാസിൽ. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. ഒരുപാടുള്ളിടത്ത് ഒരു സാധനം വേണോ എന്ന് ചോദിച്ച് വിൽക്കാൻ കൊണ്ടുപോകുന്ന അനൗചിത്യം, അതാണ് ക്യാരി കോൾസ് ടു ന്യൂ കാസിൽ. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ്. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ചേരേണ്ടതേ ചേരൂ. ചേരാവുന്നതിനെ മാത്രമേ ചേർക്കാവൂ എന്നുള്ള ഒരർത്ഥം. ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം ആപത്ത്. ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ഒരാളിൻ്റെ മോശം സ്ഥിതിയെ നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കുക എന്നുള്ള അർത്ഥം. ഇനി ആഡ് ഫ്യൂൽ ടു ദ ഫയർ. എരുതിയിലെണ്ണ ഒഴിക്കുക. ആഡ് ഫ്യൂൽ ടു ദ ഫയർ. ഇനി ഗോർദിയൻ നോട്ട്. ഊരാ കുടുക്ക്. അതിസങ്കീർണമായ പ്രശ്നം, അതാണ് ഗോർദിയൻ നോട്ട്. ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക്. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക. ഈ ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക് തന്നിട്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കാണും. അപ്പോൾ കരച്ചിൽ പാല് കണ്ടത് ഓപ്റ്റ് ചെയ്യരുത്. ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്? വിഷമിക്കരുത്. വെൻ യു ആർ എ ഡ്രോം ഡു ആസ് റോമൻസ് ഡു. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. ചേരയെ
തിന്നുന്ന നാട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം? നടുക്കഷ്ണം തന്നെ തിന്നണം. യെസ്, ക്ലോസ്ഡ് മൗത്ത് ക്യാച്ചസ് നോ ഫ്ലൈസ്. മൗനം വിദ്വാന് ഭൂഷണം. ഇതാണ് മൗനം വിദ്വാന് ഭൂഷണം. ക്ലോസ്ഡ് മൗത്ത് ക്യാച്ചസ് നോ ഫ്ലൈസ്. നമ്മൾ വായടച്ചിരുന്നാൽ ഒരുവിധപ്പെട്ട ഉപദ്രവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ലുക്ക് ബിഫോർ യു ലീപ്പ്. കട്ടിൽ ചെറുതാണെങ്കിലും കാല് 4 വേണം അല്ലേ? അതായത് ലുക്ക് ബിഫോർ യു ലീപ്പ്. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. അടുത്ത അപ്പം അതിന് തന്നെയാണ് നമ്മൾ എന്തും പറയുന്നത്, കട്ടിൽ ചെറുതാണെങ്കിലും കാല് 4 വേണം പറയുന്നത്. മെനി എ ലിറ്റിൽ മെയ്ക്ക് എ മിക്കിൾ. അതായത് ചെറുത് ചേർന്നാണ് ഒരു വലുതുണ്ടാകുന്നത്. പലതുള്ളി പെരുവെള്ളം. ഇനി സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അതായത് നമ്മളിവിടെ റോഡ് എന്ന് പറഞ്ഞാൽ വടിയാണ്. വടിയെടുത്ത് സ്പെയർ ആക്കി വെച്ചാൽ, വടിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? സ്പെയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അലസനായി മടി പിടിച്ച് ചിതലരിച്ച് പോവും എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് നോക്കണേ. യെസ്, സ്റ്റിൽ വാട്ടർ റൺസ് ഡീപ്പ്. മൗനം അർത്ഥഗർഭമാണ്. മൗനം അർത്ഥഗർഭമാണ്. അഥവാ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നൊരു ചൊല്ലുണ്ട്. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും. അതായത് സ്റ്റിൽ വാട്ടർ റൺസ് ഡീപ്പ് ഇൻ ഹാവിങ് ദ ഫോഴ്സ് ഓഫ് ലോ. നിയമപ്രാബല്യമുള്ളത്, നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഹാവിങ് ദ ഫോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. അടുത്ത റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്. മുൻകാല പ്രാബല്യമുള്ളത്, നേരത്തെ തന്നെയുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് പറയാം. ഇനി എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ? മാനകീകരണം. വിവിധ കമ്പനികളുടെ ബ്രാഞ്ചുകളിലൊക്കെ തന്നെ ഒരേ രീതി ഫോളോ ചെയ്യുന്നതിനൊക്കെ നമ്മളിങ്ങനെ പറയുന്നതാണ് മാനകീകരണം അഥവാ സ്റ്റാൻഡേർഡൈസേഷൻ. എന്താണ് അതിന് പറയുന്നത്? മാനകീകരണം അഥവാ സ്റ്റാൻഡേർഡൈസേഷൻ. അടുത്ത് നോക്കണേ, ടോക്കൺ സ്ട്രൈക്ക്. എന്താണ് ടോക്കൺ സ്ട്രൈക്ക്? എന്താണ് ടോക്കൺ സ്ട്രൈക്ക് എന്ന് നമുക്ക് നോക്കാം. സൂചനാ പണിമുടക്ക്. ഒരു വലിയ പണിമുടക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ സൂചനയായിട്ട് ഒരു ഇത് തന്നു കഴിഞ്ഞാൽ എന്താണ്? അതിനെയാണ് നമ്മൾ പറയുന്നത് ടോക്കൺ സ്ട്രൈക്ക് അഥവാ സൂചന പണിമുടക്ക്. വലിയ പണിമുടക്കിന് മുന്നോടിയായിട്ട് അധികാരികളെ അറിയിക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയാം. അതാണ് എന്ത്? സൂചന പണിമുടക്ക്. ഇനി ടു മെനി കുക്ക് സ്പോയിൽ ദ ബ്രൂത്ത്. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല അല്ലെ? ആള് കൂടുമ്പം വിവിധ അഭിപ്രായങ്ങൾ വരും. സോ അത് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ടു മെനി കുക്ക് സ്പോയിൽ ദ ബ്രൂത്ത്. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. പുത്തനച്ചി പുരപ്പുറം തൂക്കും അല്ലേ? ആ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു പെർഫോമൻസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ അല്ലേ? ഈ അർത്ഥത്തിൽ തന്നെ നമ്മൾ എന്ത് പറയും? പുത്തനച്ചി പുരപ്പുറം തൂക്കും. പക്ഷേ ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറയുന്ന ഒരു ഇടിയുണ്ട്. ഫ്ലാഷ് ഇൻ ദ പാൻ. യെസ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? ആരംഭശൂരത്വം. ആരംഭശൂരത്വം. ഫ്ലാഷ് ഇൻ ദ പാൻ, ആരംഭശൂരത്വം. ഇനി ടു ലെറ്റ് ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. രഹസ്യം പുറത്താക്കുക അഥവാ ചെമ്പ് തെളിയുക എന്ന് ശൈലി രൂപത്തിൽ പറയും. ചെമ്പ് തെളിയുക, ചെമ്പ് തെളിയുക. ഇനി ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. LP-UP ദ്രോണ 3.0 സൈലം PSCയുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ജൂൺ 10 മുതലാണ് ആരംഭിക്കുന്നത്. 1 ഇയറാണ് ഇതിൻ്റെ വാലിഡിറ്റി. നിങ്ങൾക്ക് 3499 രൂപയ്ക്ക് ഒരു വർഷം സൈക്കോളജി ഉൾപ്പെടെ LP-UP റാങ്ക് ഫാക്ടറിയിൽ പഠിച്ച് ആദ്യ റാങ്കുകളിൽ തന്നെ എത്തിച്ചേരാം. പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യം പോലുമില്ല. കാരണം റിസൾട്ട് സേസ് ദ പിക്ചർ. നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? റാങ്ക് സൃഷ്ടിച്ചവരിൽ നിന്നും വീണ്ടും റാങ്ക് സൃഷ്ടിക്കാൻ വലിയ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും റാങ്ക് ഫാക്ടറി തന്നെയാണ് ഈ കാണുന്നതൊക്കെ. സൈലത്തിൻ്റെ LPSA UPSST പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അതത് ജില്ലകളിൽ 1ാം റാങ്ക് ഉൾപ്പെടെ നേടിയ ആൾക്കാരുടെ പിക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ LP-UP ക്ലാസ്സിൽ മലയാളവും മലയാളത്തിൻ്റെ സാഹിത്യ വിഭാഗവും എല്ലാം മലയാളം ഫുള്ള് LP-UPയുടെ ഫുൾ മലയാളം ക്ലാസ്സുമായിട്ട് ഞാനും ഉണ്ടാവും. അപ്പോൾ ഏവരെയും ഒരു ടീച്ചിങ് ജോബ് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ സൈലം PSC നിങ്ങൾക്ക് റാങ്ക് വാങ്ങി
തന്നിരിക്കും. ഇനിയുള്ളത് LDC ആണ്. ഏറെ പ്രതീക്ഷയോടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒന്നാണ് LDC 2027. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് വെറും 1999 രൂപ. ഒരു ഷർട്ട് വാങ്ങുന്ന വിലയ്ക്ക് ഒരു വർഷം അതിഗംഭീരമായി LDCയിലെ മുഴുവൻ സിലബസും പഠിച്ച് തീർക്കാൻ നിങ്ങൾക്ക് ജൂൺ 17 ആരംഭിക്കുന്നത്. എൻക്വയറി നമ്പർ താഴെ തന്നിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാം. LDCയും കഴിഞ്ഞ വർഷം സൈലം തൂത്തുവാരി, അതായത് ഫുൾ റാങ്കും നമ്മളിങ്ങ് അടിച്ചെടുത്തു. അല്ലാതെ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന കുട്ടികളൊക്കെ അവരവരുടെ ജില്ലയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയവരാണ്. യെസ്, ഇനി നമ്മൾ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ എപ്പോഴും നമുക്കിപ്പം PSC നമുക്ക് പണി തരുന്ന ഒരു ഏരിയ ആണ് ഈ ശൈലികൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പണി തരുന്നതെന്ന് ചോദിച്ചാൽ, കേട്ടിട്ടില്ലാത്ത ശൈലികൾ കൊണ്ടിട്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ അങ്ങ് ആൻസർ കൊടുക്കും. പക്ഷെ നമ്മൾ അതും ഒന്ന് പഴുതടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണ് കബോധ മിഥുന ന്യായം എന്ന് പറഞ്ഞാൽ, ഇണപ്രാവുകളെ പോലെ ആദർശ ദാമ്പത്യത്തെ കാണിക്കുന്നു. അതായത് പാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കബോധ യുവമിഥുനം. എപ്പോഴും കബോധം എന്താണ്? പ്രാവ്, ഇണപ്രാവുകളെ പോലെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നവരെയാണ് കബോധ മിഥുന ന്യായം എന്ന് പറയുന്നത്. ഇനി കൃകലാസ ന്യായമുണ്ട്. അതായത് കൃകലാസ ഓന്താണ്. സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്നത് ഓന്തിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ അവസരത്തിനൊത്ത് അഭിപ്രായം മാറുന്ന പ്രകൃതക്കാരെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് കൃകലാസന്യായം. എന്ത് ശൈലിയാണ് ഉപയോഗിക്കുന്നത്? കൃകലാസന്യായം. നോക്കണേ, ശാർദൂലലാങ്കുല ന്യായം. എന്താണ് ഈ ശാർദൂലലാങ്കുല ന്യായം എന്ന് പറഞ്ഞാൽ? ശാർദൂലലാങ്കുല ന്യായം എന്ന് പറഞ്ഞാൽ പുലിവാല് പിടിക്കല് തന്നെ. ശാർദൂലം കടുവയെന്നും പുലിയെന്നും ഒക്കെ പറയും അല്ലേ? അങ്ങനെയുള്ളതിൻ്റെ വാലിൽ പോയി പിടിക്കുക, ധർമ്മസങ്കടത്തിൽപ്പെടുക, സാഹസ പ്രവൃത്തി അങ്ങ് കാണിച്ചും പോയി, പിന്നെ മോചനത്തിന് തീരെ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന കാര്യം പറയേണ്ടി വരുമ്പോഴൊക്കെ പറയുന്നതാണ് പുലിവാല് പിടിക്കുക. ഇതിനെന്താ പറയുക? പുലിവാൽ പിടിക്കുക. പുലിവാൽ കല്യാണം അല്ലേ? സിനിമയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു പുലിവാല് പിടിച്ചതുപോലെ അല്ലേ? പുലിവാൽ കല്യാണം. അയ്യോ, പുലിവാൽ കല്യാണമല്ല, പുലിവാൽ പിടിക്കുക. എന്താണ്? പുലിവാല് പിടിക്കുക എന്ന് പറയും. അയ്യോ, പെട്ടുപോയി എന്നുള്ള അർത്ഥം. ഇനി തിലതണ്ടുല ന്യായം. തിലം എള്ളാണ്, തണ്ടുലം അരിയാണ്. രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ക്ഷീരനീര ന്യായമുണ്ട്. ക്ഷീരനീര ന്യായം തിരിച്ചറിയാൻ കഴിയാത്തത്, വേർതിരിച്ചറിയാൻ പറ്റാത്തത്, തിരിച്ചറിയാൻ കഴിയാത്ത കാര്യത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? തിലതണ്ടുല ന്യായം. ഇനി ഉലൂഹല മൃദംഗ ന്യായം നോക്കൂ. ചെറിയ ദുഃഖമുള്ളവര് വലിയ ദുഃഖമുള്ളവരോട് പോയി സങ്കടം പറയുക. ശരിയല്ലേ? ചെറിയ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ ഈ ഉരല് പറയും, ദേ എന്നിട്ട് ഇടിക്കുന്നു. ആരോടാ പറയുന്നത്? മൃദംഗത്തിനോട്. അപ്പം മൃദംഗം പറയും, എനിക്ക് 2 സൈഡിൽ നിന്ന് ഇടി കിട്ടുന്നുണ്ട്, നിനക്ക് ഒരു സൈഡിൽ നിന്നല്ലേ ഇടി കിട്ടുന്നുള്ളൂ. അങ്ങനെ വളരെ ചെറിയ ദുഃഖമുള്ള ഒരാൾ വലിയ ദുഃഖമുള്ള ആളിനോട് പോയി സങ്കടം പറയുന്നത് പോലെയുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉലൂഹല മൃദംഗ ന്യായം. ഉരല് പോയി എന്താണ് മദ്ദളത്തിനോട് സങ്കടം പറയുക, അല്ലെങ്കിൽ ചെണ്ടയോട് സങ്കടം പറയുക എന്നൊക്കെ പറയും. ഇനി കണ്ഠ കുടാര ന്യായം. വലിയ ആപത്ത. കണ്ഠം കഴുത്തല്ലേ? കുടാരം കഠാര തന്നെ. അങ്ങനെയുള്ള കുടാരം ഇങ്ങനെ കഴുത്തിന് മുകളിൽ കിടക്കുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ട്, അതിനെയാണ് കണ്ഠകുടോര ന്യായം. വലിയ ആപത്ത. കണ്ഠപാശ്യ ന്യായവും അത് തന്നെ, വലിയ ആപത്ത. അതായത് കണ്ഠത്തിൽ കഴുത്തിൽ കയറ് മുറിക്കിയതുപോലുള്ള ഒരു അനുഭവം. അടുത്ത് നോക്കണേ, 1000 പറയുക, ഏറെ പറയുക. അതായത് ഒരുപാട് പറയുക എന്നുള്ള അർത്ഥം. ഇനി ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിൽ ഒന്നായി ആപത്ത് വരിക. ചാപ്റ്റർ ഓഫ് ആക്സിഡൻസ്. സുഗ്രീവാജ്ഞ ലംഘിക്കാനാവാത്ത ആജ്ഞ. ഇരുട്ടടി എന്താണ്? രഹസ്യമായി ചെയ്യുന്ന ഉപദ്രവം. ഇനി കരണീ പ്രസവം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അപൂർവമായ സംഭവം എന്നുള്ള അർത്ഥം. ഇനി എന്താണ്? സൂകരപ്രസവം. എളുപ്പത്തിൽ സംഭവിക്കുന്ന സുലഭമായ കാര്യം. സൂകരം എന്താണ്? പന്നി. കരണി എന്താണ്? പിടിയാന. അപ്പോൾ സൂകരപ്രസവം, പന്നിപ്രസവം പോലെ വളരെ എളുപ്പം സംഭവിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂകരപ്രസവം. ഇനി 5-ാം പത്തി, ഒറ്റുകൊടുക്കാൻ സഹായിക്കുന്നവൻ, അല്ലെങ്കിൽ ചതിയൻ എന്നൊക്കെ നമുക്ക് പറയാം. ചതിയൻ. ഇരുതലമൂരിയോ 2 പക്ഷത്തും ചേർന്ന് പ്രശ്നമുണ്ടാക്കുന്നവൻ. ഇവനെ നമ്മൾ കായംകുളം വാളെന്നും പറയും. എന്ത് പറയും? കായംകുളം വാള്. കായംകുളം വാള്. കായംകുളം വാളെന്ന് പറയുന്നതും ആര് തന്നെ? യെസ്, ഈ ഇരുതലമൂരിയും തന്നെ. ഇനി ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മനഃപൂർവ്വം നിന്ദിക്കുക. ഒരു കാര്യം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഒരാളെ നിന്ദിച്ചാൽ അതിനെ ഇലയിട്ട് ചവിട്ടുക എന്ന് പറയും. കാരണം ഇല
മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആതിഥ്യ മര്യാദയോടെയാണ് ഇലയിട്ട് വിളമ്പുന്നത്. അതിൽ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇരുതലയും കൂട്ടിമുട്ടിക്കുക, വരവും ചെലവും സമമാക്കുക, അല്ലേ? വരവും ചെലവും ഒരുപോലെ ആക്കുക. ഇനി ഉട്ടോപ്യ, പ്രായോഗികമല്ലാത്തത്, ഉമ്മാക്കി കാട്ടുകയോ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. ഓക്കെ. ഇനി ഉഴലൂർ ദേവസ്വം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ നടന്നാൽ പറയും ഉഴലൂർ ദേവസ്വം. എള്ളുകീറുക, കർശനമായി പെരുമാറുക. ഏടുകെട്ടുക, പഠിത്തം അവസാനിപ്പിക്കുക. കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞാലോ, അധികം വേണ്ടിടത്ത് ഒരല്പം നൽകുക. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത പ്രവൃത്തി, നിഷ്ഫല പ്രവൃത്തി, അല്ലേ? കടലിൽ കൊണ്ടുവന്ന് കായം കലക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നിഷ്ഫല പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് കടലിൽ കായം കലക്കുക എന്നുള്ള ചൊല്ല്. കടവടിപ്പിക്കുക, ഒരു സ്ഥാനത്ത് എത്തിക്കുക. കടവിൽ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം സാധിച്ചു എന്നുള്ള അർത്ഥം. അടുത്ത് നോക്കണേ, കാകദന്ത ഗവേഷണം. എന്താണ് കാകദന്ത ഗവേഷണം എന്ന് പറഞ്ഞാൽ? നിഷ്ഫലയത്നം. കാകദന്ത, കാക്കയുടെ വായിൽ പല്ലുണ്ടോ എന്ന് പറഞ്ഞ് എണ്ണി നോക്കുന്ന ഒരു നയമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാകദന്ത ഗവേഷണം. ഇനി കാക്ക പിടിക്കുക, സേവ പറയുക, സ്തുതി പറഞ്ഞു പുറകെ നടക്കുക, കാപ്പ് കെട്ടുക, ഒരുങ്ങുക. ഇനി കാടും പടലും തല്ലുക, അപ്രസക്തമായത് പ്രതിപാദിക്കുക. ഒരു കാര്യമില്ലാത്ത കാര്യത്തിലേക്ക് എത്തിച്ചേരും, അല്ലേ? ഒരു കാര്യമൊക്കെ തുടങ്ങി വെച്ച് അവസാനം പറഞ്ഞു നിർത്തുന്ന വേറെ വല്ല കാര്യത്തിലും ആയിരിക്കും. ഇതിനൊക്കെ നമ്മൾ പറയും കാടും പടലും തല്ലുക. ഇനി ചെണ്ട കൊട്ടിക്കുക, പരിഹാസ്യനാക്കുക, ചതിക്കുക, നാണം കെടുത്തുക എന്നൊക്കെ പറയാം. ചെണ്ട കൊട്ടിക്കുക. ഇനി നഖശികാന്തം, അടിമുടി മുഴുവനായും എല്ലാ അടവും പ്രയോഗിച്ച് അടിമുതൽ മുടി വരെ. നോക്കണേ, നഖശിഖാന്തം എതിർക്കും, അല്ലേ? നഖശിഖാന്ത, അടിമുടി മുഴുവനായും എന്നുള്ള അർത്ഥം. ഇനി എന്താണ്? നീലക്കൊടുവേലി. ആട് സിനിമയിൽ നമ്മൾ കണ്ടാണല്ലേ, അപൂർവ വസ്തു. ഓക്കെ, അപൂർവ വസ്തു എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ് നീലക്കൊടുവേലി. പദമല്ല, ശൈലി. ഇനി നെല്ലിപ്പടി കാണുക, അടിസ്ഥാനം വരെ കാണുക, അല്ലെങ്കിൽ അങ്ങേയറ്റം വരെ എത്തുക. പലരും പറയും ഞാൻ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടാണ് നിൽക്കുന്നതെന്നൊക്കെ, അല്ലേ? ക്ഷമയുടെ നെല്ലിപ്പടി. നെല്ലിപ്പടി കിണറിലൊക്കെ അവസാനത്തെ തൊടിയിൽ ഈ ആയുർവേദ ഗുണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നെല്ലിയുടെ പലക കൊണ്ടിടും. അതിനെയാണ് നെല്ലിപ്പടി എന്ന് പറയുന്നത്. നെല്ലിപ്പടി. ഓക്കെ. ഇനി പമ്പ കിടക്കുക, തോറ്റോടുക, പരിഭ്രമിച്ചു പോകുക, എങ്ങോട്ടെങ്കിലും പൊക്കളയുക എന്നൊക്കെയുള്ള അർത്ഥം. പമ്പരം ചുറ്റിക്കുക, കഷ്ടപ്പെടുത്തുക എന്നോ പരിഭ്രമിപ്പിക്കുക എന്നൊക്കെ പറയാം. ഇനി പാഷാണത്തിൽ കൃമി, മഹാദുഷ്ടൻ. ഒന്നിനെയും വകവയ്ക്കാത്തവനെയാണ് എന്ത് പറയുന്നത്? അവനൊരു പാഷാണത്തിൽ കൃമി തന്നെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇനി പടി കിടത്തുക, പുറത്താക്കുക. യെസ്. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലേക്ക്, അതായത് ഈ വർഷം നടന്ന മെയ് മാസം നടന്ന കുറച്ച് പരീക്ഷകളുണ്ട്. ലേറ്റസ്റ്റ്, ഏറ്റവും പുതിയ ചോദ്യങ്ങൾ. യെസ്, അത് മിക്സാണ്. പല പല പരീക്ഷകൾക്കും നമ്മൾ ഇട്ടിട്ടുള്ള എന്താണ് അല്ലെങ്കിൽ നമ്മളിപ്പം സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ്, അങ്ങനെയൊക്കെ പല പരീക്ഷകൾക്കുമുള്ള ചോദ്യങ്ങളാണ് ഒന്ന് ഇടുന്നത്. അത് ഈ മെയ് മാസത്തിൽ തന്നെ ഇടാം. അതായത് വളരെ ഏറ്റവും പുതിയ ചോദ്യങ്ങളിലേക്ക് പോകാം. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നതിലേതാണ്? പകിട 12 വീഴുക. പകിട 12 വീഴുക. നോക്കാം നമുക്ക്. അത്യധികം പേടിക്കുക, അനുകൂലമാകുക, കഷ്ടപ്പെടുക, നാശമുണ്ടാക്കുക. യെസ്, എന്താണ് ഇവിടെ? അനുകൂലമാകുക, അല്ലേ? പകിട 12 വീണു, നന്മ കൈവരിക. എന്താണ്? നന്മ വരുക. നന്മ വരുന്നതിനെയാണ് പകിട 12 വീഴുക എന്ന് പറയുന്നത്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അനുഗ്രഹീതയല്ല, ഇവിടെ നമ്മൾ എഴുതേണ്ടത് അനുഗൃഹീതയാണ്. എന്താണ്? അനുഗ്രഹീത. ഇനി ഐക്യമത്യമോ? ഐക്യമത്യം തെറ്റാണ്. വേണ്ടത് എന്താണെന്നറിയാമോ? ഐക്യമത്യം തെറ്റ. ഇവിടെ നമുക്ക് അനുഗൃഹീത എന്ന് വേണം. എന്ത് വേണം? അനുഗൃഹീത. അതുപോലെ ഐകമത്യം. ഐകമത്യം മഹാബലം, അല്ലേ? അനാസ്ഥ ഇങ്ങനെ തന്നെയാണ്. എന്നാൽ കുടുംബം ഇതല്ല. കുടുംബം. അപ്പം നമുക്കിവിടെ ശരിയായ പദം അനാസ്ഥ. അനാസ്ഥയുടെ നേരെ വിപരീതം എന്താണ്? ആസ്ഥ.
ആസ്ഥ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം, കർമ്മബോധം എന്നൊക്കെ പറയാം. അതിന് നേരെ വിപരീതം ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് അനാസ്ഥ. നിന്റെ അനാസ്ഥ കുറച്ച് കൂടുന്നു, അങ്ങനെയൊക്കെ പറയത്തില്ലേ. ഇനി സ്വാധീനം എന്ന പദം പിരിച്ചെഴുതിയാലോ, സ്വാധികം അധീനമാണ് സ്വാധീനം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ സ്വ അധീനം, അവനവൻ്റെ അധീനതയിലുള്ളത്, അവനവൻ്റെ അണ്ടർ കൺട്രോളിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സ്വാധീനം എന്ന് പറയുന്നത്. അടുത്ത, അപ്പോൾ ഈ സ്വാധീനത്തിൻ്റെ വിപരീതം നമ്മൾ എന്ത് കൊടുക്കും? സ്വാധീനം, സ്വാധീനം, സ്വാധീനം അല്ലേ? അപ്പം പരാധീനം പറയാം നമുക്ക്. വേറൊരാളിൻ്റെ അധീനതയിലുള്ളത് പരാധീനം, നമ്മുടെ അധീനതയിൽ, നമ്മുടെ അണ്ടറിലുള്ളത് സ്വാധീനം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത് നോക്കണേ, മക്കത്തായം എന്ന പദം എങ്ങനെയാണ് നമ്മളൊന്ന് പിരിക്കുക? മക്കത്തായം, മക്കൾ അധികം തായമാണ് മക്കത്തായം. മക്ക അധികം തായം, മക്കൾ അധികം ഇത്തായം എന്നൊന്നും പറയില്ല. ദായക്രമമില്ലേ, അതായത് സ്വത്തിൻ്റെ അവകാശമൊക്കെ മക്കൾക്ക് വിട്ടൊഴിഞ്ഞു കൊടുക്കുന്നതിനൊക്കെയാണ് ദായക്രമം എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ തായം, മക്കത്തായം. ഇള്ളാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ലോപിച്ച് പോയിരിക്കുന്നത്. ഇത് ലോപമാണ്. മക്കൾ തായം, മക്കത്തായം. ഇനി ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കവി, കവിയത്രിയല്ല, എല്ലാവർക്കും അറിയാം. കവി എന്താണ്? കവയിത്രിയാണ്. വിദ്വാൻ, വിദ്വത്തിയല്ല, വിദുഷി. പ്രഭു, പ്രഭി തന്നെ. തരുണൻ, തരുണിയും തന്നെ. അപ്പം ഇവിടെ 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. 3, 4. തരുണൻ, തരുണി, പ്രഭു, പ്രഭി മാത്രം ശരി. കവി, കവയിത്രി വരും. കവയിത്രി. അതുപോലെ തന്നെ വിദ്വാൻ, വിദുഷിയും വരും. ഓക്കെ അല്ലേ? യെസ്. ഇനി താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. നോക്കാം നമുക്ക്. നെന്മണി, നെല് അധികം മണി, ഇങ്ങനെ തന്നെയാണ് പിരിക്കുന്നത്. വിണ്ടലം നമ്മൾ എങ്ങനെ പിരിക്കും? വിണ്ടലം, വിണ്ടലം എങ്ങനെയാണ് പിരിക്കുന്നത്? വിൺ പ്ലസ് തലമാണ്. അപ്പം ഇതും തെറ്റാണ്. വിൺ അധികം, തെറ്റായത് തിരഞ്ഞെടുക്കാനാണല്ലേ? യെസ്. വിൺതലം, ഇത് ശരിയാണ്. ഓക്കെ, വിൺതലം. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി, ഗുഡ്, ശരിയാണ്. വാഗ്ദാനം തെറ്റാണ്. വാക്ക് അധികം ദാനം, ചേർത്തെഴുതുമ്പോൾ വാഗ്ദാനം. ഓക്കെ. അപ്പം ഇവിടെ തെറ്റായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ 4ഉം, അതായത് 1, 4 എന്നാണ് കാണിക്കുന്നത്. ഒന്നല്ല, 1 തെറ്റായവ തിരഞ്ഞെടുക്കാനാണല്ലേ? നെന്മണി കറക്റ്റാണല്ലോ. തെറ്റായത് ഇതിൽ നമുക്ക് എന്തെടുക്കാം? വിദ്യുത് ശക്തി തെറ്റാണ്. അല്ല, വിദ്യുത് ശക്തി ശരിയാണ്. വിണതലം തെറ്റല്ലേ? വിൺതലമല്ലേ വിണ്ടലം? അപ്പം അതും തെറ്റി. അതായത് 2, 4 തെറ്റ്. ഇതാ കിടപ്പുണ്ട്. 2, 4 തെറ്റ്. വാഗ് അധികം ദാനം എന്നാണ് വരേണ്ടത്. എന്ത് വരണം? വാക്ക് പ്ലസ് ദാനമാണ് വാഗ്ദാനം. വാഗ് അധികം ദാനം, വാഗ്ദാനം. അതുപോലെ വാഗ് വാദം, വാഗ്വാദവും വരും. ഇനി ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ. കഥാരൂപം, കഥയുടെ രൂപം. ദീപ്തഭാവം, ദീപ്തമാർന്ന ഭാവം. ലളിത നൃത്തം, ലളിതയുടെ നൃത്തം. അതുമാത്രം തെറ്റിപ്പോയി. ലളിതമായ നൃത്തം, ലളിതമായ നൃത്തം. ഓക്കെ. അപ്പം ഇവിടെ 4. കഥാരൂപം, കഥയുടെ രൂപം, ദീപ്തമാർന്ന ഭാവം. ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ. അപ്പോൾ 1 ശരിയാണ്. കഥാരൂപം, കഥയുടെ രൂപം, രണ്ടും ശരിയാണ്. 1ഉം 2ഉം ശരി. ദീപ്തമാർന്ന ഭാവമല്ല, ദീപ്തമായ ഭാവം. എന്തു പറയാം നമുക്ക്? ദീപ്തമായ ഭാവം. അപ്പോൾ 3, 4 തെറ്റിലേക്ക് പോകും അല്ലേ? ശരിയായവല്ലേ നമുക്ക് വേണ്ടത്? അപ്പോൾ ദൃഢമായ പ്രതീക്ഷ വേണം, കഥയുടെ രൂപവും വേണം. യെസ്, 1, 2 ശരി.
കറക്റ്റ്. കഥയുടെ രൂപവും ദൃഢമായ പ്രതീക്ഷയും ശരി. ദീപ്തമായ ഭാവമാണ് വരേണ്ടത്. അതുപോലെ ലളിതമായ നൃത്തമാണ് വരേണ്ടത്. അപ്പോൾ 1, 2 ശരിയിലേക്ക് നമ്മൾ പോയി. മരത്തെ എന്ന പദം എങ്ങനെയാണ് പിരിച്ചിരിക്കുന്നത്? മരം അധികം എ, ആദേശ സന്ധി. കാരണം എ ഒരു വിഭക്തി പ്രത്യയമാണ്. അനുസ്വാരം അങ്ങ് പോയി ഇത്ത് ആദേശം ചെയ്യും. ചേർത്ത് എഴുതുമ്പോൾ മരത്തെ, മരം എ, മരത്തെ, ആദേശസന്ധി. അടുത്തത് നോക്കണേ, ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. വിദ്വാൻ, വിദ്വാനിയല്ലല്ലോ. അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാം? വിദുഷിയാണ്. ലേഖകൻ, ലേഖകിയല്ലല്ലോ, ലേഖികയാണ്. വഞ്ചകൻ, വഞ്ചകി, യശസ്വി, യശസ്വിനി. അപ്പം ഇവിടെ 1, 2 തെറ്റാണ്, 3, 4 മാത്രമാണ് ശരി. 3, 4. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ശരിയായ ജോഡി കണ്ടെത്താനാണ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു? 3, 4 ശരി. വിദ്വാനാണെങ്കിൽ വിദുഷി വരും, ലേഖകനാണെങ്കിൽ ലേഖികയും വരും. എന്താണ്? ലേഖിക. ഇനി കൂട്ടത്തിൽ ചേരാത്ത പദമേതാ? വൈദ്യർ, ഭാഗവതർ, അധ്യാപകർ, ജ്യോത്സ്യർ. യെസ്, നമുക്കറിയാം വൈദ്യർ ഒരു പൂജക ബഹുവചനമാണ്, ഭാഗവതർ പൂജക ബഹുവചനമാണ്, ജ്യോത്സ്യർ പൂജക ബഹുവചനമാണ്, അധ്യാപകർ അലിംഗ ബഹുവചനമാണ്. അധ്യാപകരിൽ അധ്യാപികമാരും അധ്യാപകന്മാരും വരും, രണ്ടും വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമുക്കിവിടെ എന്തു പറയാം? അധ്യാപകർ. അതുപോലെ ഉദ്ധവർ, ഇടയ്ക്കൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ പുരാണങ്ങളിലും മറ്റും പ്രതിപാദിക്കുന്ന ശ്രീകൃഷ്ണന്റെ അടുത്ത കൂട്ടുകാരനാണ് ഉദ്ധവർ. ഉദ്ധവർ, ഉദ്ധവർ എന്ന് പറയും. ഉദ്ധവർ. അതുപോലെ സ്വാമികൾ, അല്ലേ? സ്വാമികളും നമ്മൾ കേട്ടിട്ടുണ്ട്. വസുദേവർ, വസുദേവർ. വസുദേവരാരാണ്? ശ്രീകൃഷ്ണന്റെ അച്ഛൻ വസുദേവർ, വസുദേവർ. ഓക്കെ അല്ലേ? അപ്പോൾ വസുദേവർ, ഉദ്ധവർ എന്നൊക്കെ പറഞ്ഞാൽ, ജ്യോത്സ്യർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെ? പൂജക ബഹുവചനം. അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒരു കോമൺ ഗ്രൂപ്പാണ് അധ്യാപകർ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർ അലിംഗ ബഹുവചനം വരും. ഓക്കെ. അപ്പോൾ ഇത് ഒന്നുകൂടി ടർബോ 12 സീരീസിൻ്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മലയാളം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പര്യായം, സമാനപദം, പരിഭാഷ, ശൈലികൾ, അല്ലേ, ഇവയൊക്കെ ഒന്ന് ഓടിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ വർഷം വന്ന 10 പ്രധാനപ്പെട്ട ഒരു 4-5 പരീക്ഷകൾ നടന്നതിലുള്ള റാൻഡം ഓർഡറിൽ പല പല ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റും തന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായി പഠിച്ച് 15-ാം തീയതി വന്ന് സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതി സൈലം BScയുടെ പാർട്ടായിട്ട് ഫീസ് ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് LDCയും LPUPയും പർച്ചേസ് ചെയ്ത് അതിഗംഭീരമായി നമുക്ക് പഠനം ആരംഭിക്കാം. റാങ്ക് ഫാക്ടറിയിൽ വീണ്ടും റാങ്കുകൾ ആവർത്തിക്കട്ടെ. മലയാളത്തിന് വീണ്ടും എല്ലാവർക്കും 10-ൽ 10 തന്നെ കിട്ടട്ടെ. ഓക്കെ, ബൈ, ടാറ്റാ.